ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാക്ക് നമ്മൾ പരിചയപ്പെടുകയാണ്. കബലാന. കബലാന ഖബലാന എന്നും പറയും. കുർബാനയുടെ സമയത്ത് കാസ മൂടുന്നതിന് ഉപയോഗിക്കുന്ന കട്ടിയുള്ള ചെറിയ തുണിക്കഷ്ണം, അതാണ് കബലാന. സുറിയാനിൽ ഖബലാന. ലത്തീനിൽ പറയുന്നത് പല്ല എന്നാണ്. പല്ല. ഇംഗ്ലീഷിൽ പാൽ എന്ന് പറയും. പാൽ, PALL, പാൽ. ഈ ശരീര സംബന്ധമായ വെള്ളത്തുണി അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മേലങ്കി, ശരീരത്തിൻ്റെ മേൽവസ്ത്രം, ശരീരത്തിൻ്റെ ആവരണം എന്നൊക്കെ അർത്ഥമുള്ള പല്ല കോർപ്പറാലിസ് എന്ന വാക്കിൽ നിന്നാണ്, പ്രയോഗത്തിൽ നിന്നാണ് അത് ചുരുങ്ങി പല്ല എന്നും പോൾ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത്. പല്ല കോർപ്പറാലിസ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ അതിൽ നിന്ന് ചുരുങ്ങി പല്ല എന്നായി, പിന്നെ അത് പാൾ എന്നായി. ഈ ശരീര സംബന്ധമായ വെള്ളത്തുണി അഥവാ ശരീരത്തിൻ്റെ മേലങ്കി, ശരീരത്തിൻ്റെ മേൽവസ്ത്രം, ശരീരത്തിൻ്റെ ആവരണം എന്നൊക്കെയാണ് അതിനർത്ഥം. ഇവയിൽ നിന്ന് കോർപ്പറാലിസ് എന്നത് കെത്താന നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടതാണ്. പല്ല എന്നത് ബക്കലാനിക്കും ഉപയോഗിക്കാൻ തുടങ്ങി. ഈ പല്ല കോർപ്പറാലിസ് എന്നുള്ള വാക്ക്, അതിൽ കോർപ്പറാലിസ് എന്നുള്ളത് അല്ലേ കെത്താനയ്ക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. കെത്താൻ എന്ന് പറഞ്ഞാൽ അടിയിലിടുന്ന തുണി. ഈ ദപ്പ എന്ന് പറയുന്ന കുർബാനക്കല്ലിന് മൂടാവുന്ന തരത്തിലുള്ള തുണി നമ്മളതെല്ലാം പരിചയപ്പെട്ടതാണ്. ഈ മുകളിലുള്ളത് കാസ മൂടുന്ന, അപ്പോൾ അതിലാണ് കാസും പീലാസൊക്കെ വെക്കുന്നത്. കെത്താന. കാസ വെച്ച് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ വെക്കുന്നത് കെബലാന. അപ്പോൾ കാസും പീലാസയുടെയും അടിയിലുള്ളത് കെത്താനയും മുകളിലുള്ളത് കെബലാനയും. അപ്പം കർത്താവിൻ്റെ ശരീരത്തെ മുഴുവൻ മൂടുന്ന വെള്ളത്തുണി അല്ലെങ്കിൽ ശരീരത്തിന് മേലങ്കി, ശരീരത്തിൻ്റെ മേൽവസ്ത്രം, ശരീരത്തിൻ്റെ ആവരണം എന്ന അർത്ഥം കിട്ടുകയാണ് കെത്താനയ്ക്കും കെബലാനയ്ക്കും കൂടി ഒരുമിച്ച്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്. കാസിനും പീലാസിനും അടിയിലുള്ളത് കെത്താന, മുകളിലുള്ളത് കബലാന അല്ലെങ്കിൽ ഖബലാന, കെബലാന എന്നൊക്കെ പറയും. ഖബലാന. ആ വാക്കിൻ്റെ അർത്ഥം മൂടി, ആവരണം എന്നൊക്കെയാണ്. അപ്പോൾ കർത്താവിൻ്റെ ശരീരം വെക്കുന്നത് കെത്താനയിൽ കാസിം പീലാസിം, അത് മൂടുന്ന കെബലാന. അത് ഇച്ചിരി കട്ടിയുള്ള ഒരു ചതുരനാണ്, ചിലപ്പോൾ റൗണ്ടായിട്ടൊക്കെ ചെയ്ത് കാണാം. ഈ രണ്ടും കൂടി ചേരുമ്പോഴാണ് വാസ്തവത്തിൽ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അങ്കി, ശരീരത്തിൻ്റെ മേൽവസ്ത്രം, ശരീരത്തിൻ്റെ ആവരണം, ശരീരത്തിൻ്റെ വെള്ളത്തുണി എന്നൊക്കെ അർത്ഥം വരുന്നത്. ഈ കബലാന വാക്കിന് മാത്രം നോക്കിയാൽ മൂടി, ആവരണം എന്നൊക്കെയാണ്. ഈ കാസയെ മൂടുന്ന ഈ കബലാനയിൽ മുന്തിരിക്കൊലകളുടെ എംബ്രോയിഡറി ചെയ്യാറുണ്ട്. അതുപോലെ പീലാസയെ മൂടുന്ന ഈ കബലാനയിൽ ഗോതമ്പിൻ്റെ കതിര് ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യും. അപ്പോൾ ഏതാണ് ഓസ്തി മൂടാനുള്ളത്, ഏതാണ് വീഞ്ഞ് മൂടാനുള്ളത്, അത് തിരിച്ചറിയുകയും അതിലൂടെ ഒരു പ്രഖ്യാപനമുണ്ട്. ഈ കർത്താവിനെ കാണാൻ ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാർ വന്നു. അവർ ചെന്ന് നേരെ പീലിപ്പോസിനോട് പറഞ്ഞു. പീലിപ്പോസ് അന്ത്രയോസിനോട് പറഞ്ഞു. രണ്ടുപേരും ചെന്ന് കർത്താവിനോട് പറഞ്ഞു. കർത്താവ് ആ സമയത്ത് തൻ്റെ ഈ വലിയൊരു രഹസ്യം വെളിപ്പെടുത്തുകയാണ്. മനുഷ്യപുത്രം മഹത്വപ്പെടാൻ സമയമായിരിക്കുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അടിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഈ ഗ്രീക്ക് സംസാരിക്കുന്നവർ എങ്ങനെയാണ് കർത്താവിനെ കാണുക എന്നുള്ള വെളിപാടായിരുന്നു അത്. എങ്ങനെയാണത്? ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലേക്ക് പറയുന്നത് 20 മുതലുള്ള വാക്യങ്ങൾ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം. ഏതാണ് ഗോതമ്പ് മണി? കർത്താവ് ഈശോ മിശിഹ. അവൻ നിലത്ത് വീണ് അഴിഞ്ഞ്, അതായത് മരിച്ച് ഉത്ഥാനം ചെയ്ത് അവൻ അപ്പമായിട്ട് മാറും. ഗോതമ്പ് മണി മരിച്ച്, അതായത് യേശു എന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ്, അതായത് കബറടക്കപ്പെട്ട് അവിടെ നിന്ന് അവൻ ഉത്ഥാനം ചെയ്ത് പുതിയ ജനസിലെ ജീവനിലേക്ക് പ്രവേശിക്കും. അങ്ങനെ അവൻ അപ്പമായിട്ട് വരും. അങ്ങനെയാണ് ഈ ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാരും ഗ്രീക്കുകാരും എന്നുവെച്ചാൽ പുറജാതിക്കാർ കർത്താവിനെ കാണുക. അതായത് ക്രിസ്തുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം വിശുദ്ധ കുർബാനയിലൂടെയാണ് പുറജാതിക്കാർ ക്രിസ്തുവിനെ കാണുക. ഇതാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ നോക്കുക, അന്ന് കർത്താവിനെ കണ്ടതുപോലെ ഇന്ന് കർത്താവിനെ കാണാനുള്ള, ഫിസിക്കലായിട്ട് കാണാനുള്ള മാർഗം വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, വിശുദ്ധ കുർബാന മനുഷ്യാവതാരത്തിൻ്റെ നൈരന്തര്യമാക്കലാണ്. പെർപ്പച്വേഷൻ, പ്രൊലോങ്ങേഷൻ. കർത്താവിൻ്റെ മനുഷ്യാവതാരം ലോകാവസാനം വരെ പ്രൊലോങ് ചെയ്യാണ്, പെർപ്പച്വേറ്റ് ചെയ്യാണ്. അതാണ് നൈരന്തര്യമാക്കുകയാണ്. അതാണ് വിശുദ്ധ കുർബാന. അന്ന് കർത്താവിനെ കണ്ടപ്പോൾ മനുഷ്യരായിട്ടാണ് കണ്ടത്. ദൈവത്തെ കണ്ടില്ലല്ലോ. ദൈവത്തെ മറച്ചു വയ്ക്കുകയായിരുന്നു. ഇന്നങ്ങനെ തന്നെ. ഇപ്പം അപ്പുറമാണ് കാണുന്നത്. പക്ഷേ ദൈവത്തെ മറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു പ്രഖ്യാപനമാണെന്ന് പറയുന്നത്.
എംബ്രോയിഡറി ചെയ്യുന്നത് പോലും അതൊരു പ്രഖ്യാപനമാണ്. ആ ചിത്രത്തിലൂടെ ഒരു പ്രഖ്യാപനമാണ്. ഞാൻ വാക്കിലൂടെ പ്രഖ്യാപിക്കുന്നു. പുസ്തകം എഴുതുമ്പോൾ രചനയിലൂടെ പ്രഖ്യാപിക്കുന്നു. എംബ്രോയിഡറി ചെയ്യുമ്പോൾ ചിത്രത്തിലൂടെ പ്രഖ്യാപിക്കുന്നു. എല്ലാ തരത്തിലും വചനം പ്രഖ്യാപിക്കുകയാണ്. വചന പ്രഘോഷണമാണ് ലിറ്റർജി. അത് ഈ പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ ഗംഭീരമാണത്. അപ്പോൾ നമ്മൾ ഇനി കുർബാന സംബന്ധിക്കുമ്പോൾ ഈ അച്ഛനെടുത്തിട്ട് ഈ കവലാനെടുത്ത് മൂടും, കാസം മൂടും, കവലാനെടുത്തിട്ട് പീലാസ് മൂടും. അപ്പോൾ നമ്മൾ ഓർക്കണം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കണം. അതിങ്ങനെ പല പ്രാവശ്യം കേട്ട് ഇപ്പോൾ നമുക്ക് യൂട്യൂബിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ കേൾക്കാമല്ലോ. നിങ്ങൾ നോട്ടൊക്കെ കുറിച്ച് വെക്കുക, ഇന്ന ദിവസത്തെ വീഡിയോ ഇന്ന തമ്പനയിലൊക്കെ കരുതി വെച്ചാൽ നമുക്ക് കണ്ടെത്താൻ പ്രയാസം ഉണ്ടാകില്ല. അങ്ങനെ പല പ്രാവശ്യം കേട്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ച്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി, കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റിയിലോ അല്ലാത്ത കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ളവരെ പഠിപ്പിച്ച്, അങ്ങനെ നമുക്കൊരു ലിറ്റർജിക്കലായിട്ട് ഉണർന്ന ഒരു സമുദായമായിട്ട് മാറാൻ സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.